അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹുവിന്റെ അനുവാദം വാങ്ങിയിട്ട് ഖവാരിജികളോട് സംസാരിക്കാൻ പോയി. വന്ന പാടൻ അവർ ചോദിച്ചു, മാ ജാഅ ബിക്, നീ എന്തിനാ വന്നത്? അപ്പൊ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് അള്ളാഹിന്റെ റസൂലിന്റെ സഹാബാക്കളുടെ അടുക്കൽ നിന്നാണ്. അതുപോലെ തന്നെ റസൂലിന്റെ അമ്മിന്റെ മകൻ അലി ബിൻ അബി താലിബിന്റെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. ബാക്കി പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ, വഫീഹിം ഉൻസിലൽ ഖുർആൻ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ഖവാരിജികളോട് പറയാണ്, വഫീഹിം ഉൻസിലൽ ഖുർആൻ, സഹാബാക്കളിലാണ് ഖുർആൻ അവതരിച്ചത്. വഹും അഅലമു ബിതഅ്വീലിഹി മിൻകും, ആ ഖുർആന്റെ അർത്ഥം, അതിന്റെ വ്യാഖ്യാനം നിങ്ങളെക്കാൾ അറിയുന്നവർ സഹാബാക്കളാണ്. ശ്രദ്ധിക്കണം, ഖവാരിജികളോട് പറയാണ്, അവർ ഖുർആന്റെ ആയത്ത് ഓതിയിട്ടാണ് അലിയെ കാഫിറാക്കിയത്. റസൂലിന്റെ ഹദീസ് പറഞ്ഞിട്ടാണ് സഹാബാക്കളെ കാഫിറാക്കിയത്. അവരോട് പറയാണ്, നിങ്ങളെക്കാൾ ഖുർആന്റെ വ്യാഖ്യാനം അറിയുന്നവർ സഹാബാക്കളാണ്. വലൈസ ഫീകും അഹദും മിൻഹും, അവരിൽപ്പെട്ട ഒരാളും നിങ്ങളുടെ കൂട്ടത്തിലില്ല. അതാണ് ഒന്നാമത്തെ തെളിവ് അവർ ദലാലത്തിലാണെന്നുള്ളത്. ഒരു സഹാബിയും ഖവാരിജിന്റെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് പറഞ്ഞപ്പോ ഖവാരിജികൾ പറഞ്ഞു, ആരും അബ്ദുല്ലാഹിബ്നു അബ്ബാസിനോട് സംസാരിക്കാൻ പാടില്ല. അത് പൊതുവെ ബിദ്അത്തുകാരുടെ ഒരു ശീലാണ്. ഇൽമുള്ള ആൾക്കാർ പോയി സംസാരിക്കുമ്പോൾ സംസാരിക്കാനുണ്ടാവില്ല. അവരൊക്കെ സംസാരിക്കൽ ആരോടാണ്? സാധാരണ ആൾക്കാരോടാണ്. ഇൽമുള്ള ആളെ സംസാരിക്കാൻ പോയാൽ മാറി. അപ്പൊ ഖവാരിജ് പറഞ്ഞു, നിങ്ങൾ ആരും അബ്ദുല്ലാഹിബ്നു അബ്ബാസിനോട് സംസാരിക്കരുത്. മറ്റേ ഒരു ആയത്ത് ഓതി, ഖുർആന്റെ ആയത്ത്, ബൽഹും ഖൗമുൻ ഖസിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കത്തെ മുശ്രിക്കീങ്ങളെ, ഖുറൈശികളെ സംബന്ധിച്ച് പറഞ്ഞ വാക്കാണ്. പ്രവാചകരെ അങ്ങ് അവരുടെ അധികം സംസാരിക്കണ്ട. കാരണം ബൽഹും ഖൗമുൻ ഖസിമൂൻ, അവർ തർക്കിക്കുന്നവരാണ്. അവർ എന്തില്ല, താങ്കൾക്ക് അനുവദിച്ചു തരില്ല, വിട്ടുതരൂല, അവർ തർക്കിക്കും. ആരെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണ്? മക്കത്തെ മുശ്രിക്കീങ്ങൾ, ഖുറൈശികളെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണ്. ഈ ആയത്ത് ഓതി എന്നിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ഖുറൈശാണ്, അതുകൊണ്ട് നിങ്ങൾ ആരും സംസാരിക്കാൻ പാടില്ല, ഖുർആനിൽ ആയത്തുണ്ട്. അതാണ് പഴച്ചു പോയാൽ പിന്നെ എന്തില്ല, കുടിച്ചാൽ കിട്ടും. ഒരായത്ത് സഹാബാക്കൾ മനസ്സിലാക്കാത്തത് പോലെ മനസ്സിലാക്കിയ ഓൻ ദലാലത്തിലാണ്. സഹാബാക്കൾക്കെതിരാണ് ആയത്ത് ഓതുന്നത്. അത് ആർക്കെതിരെ? റഈസുൽ മുഫസ്സിർ അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെതിരെ. അർത്ഥം ഓന്റെ വക.